പറ്റാത്ത ദിവസം ഉണ്ടായിരുന്നു. ആ പറ്റാത്ത ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി നിന്നു. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം എന്താ, അവര് വരും, നിങ്ങൾ എന്നെ കൊണ്ടുപോകും എന്താന്നുള്ള ഇത് എനിക്കുണ്ടായിരുന്നു. ആ സീൻ പിടിക്കുന്നില്ല, മനസ്സിലായില്ലേ? എപ്പം പോയി പിന്നെ ഞങ്ങള് പറ ഉറങ്ങി ഞങ്ങൾ രണ്ടുപേരും നല്ല ടെൻഷനായി. ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞുതരാം. തല കറങ്ങി പോലെ ഇങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ടാണ്? പിന്നെ നിങ്ങളെ ഞെട്ടി ഞാൻ പേടിച്ചില്ലേ? ഫസ്റ്റ് ഡേ ആരെങ്കിലും വിളിച്ചല്ലേ? അപ്പൊ ഞാൻ എത്ര പേടിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ഡേ ആരെങ്കിലും ഉറങ്ങോ? ചേട്ടൻ ഗുളിക കഴിക്കുന്നത് ഞങ്ങള് കണ്ടു, കിടക്കുന്നത് കണ്ടു. അപ്പൊ പിന്നെ നമ്മൾ എന്താ വിചാരിക്കുന്നത്, അയ്യോ ഉറങ്ങിപ്പോയല്ലോ. അല്ലാതെ ചേട്ടൻ അഭിനയിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഡ്യൂഷൻ ഉണ്ടാ? അതുകൊണ്ടല്ലേ നമ്മൾ എത്ര പ്രൊട്ടക്ട് ചെയ്തത്. അവിടുന്ന് ആള് വരുമ്പോഴേക്കും ജിജി എടുത്ത് പറയും, ജിജി വേണമ്പോ ഇങ്ങനെ ആക്കും. അത് കൂടാണ്ട് എനിക്ക് ടെൻഷനായി. ജിജി പറഞ്ഞു, അയ്യോ ഇത് എന്തോ പറ്റി ഇതാക്കോ. എനിക്കും ടെൻഷനായി. എന്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലായോ? ചേട്ടൻ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞപ്പോ ചീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. മനസ്സിലായോ? ഒരു പ്രശ്നമില്ലായിരുന്നു. ശൈത്യ ഞാൻ ചീറ്റ് ചെയ്യേണ്ടത് എവിടെ ചീറ്റ് ചെയ്യേണ്ടത്? അതായത് അവരുടെ ഞാൻ എവിടെ ചീറ്റേണ്ടത്? എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി ശൈത്യനെടുത്ത് പുറത്തിടുമ്പോ അല്ലേ? ഞാൻ അങ്ങനെ ഒരു വാക്ക് പോലും ഒരാളോട് പോലും സംസാരിച്ചിട്ടില്ല, പുറത്തിടാൻ വേണ്ടിട്ട് ഒരാളോട് അല്ലേ? മനസ്സിലായി, മറ്റുള്ളത് എന്റെ ഗതികേടാന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോ എന്നെ തെറ്റിദ്ധരിച്ചത് എന്റെ ഗതികേടുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചത്. അല്ലാതെ നിങ്ങളെടുത്ത് പുറത്തിടണമെന്ന് ഈ കൂട്ടത്തില് ഈ ഹൗസിനകത്തുള്ള ഒരു കുഞ്ഞിനോട് പോലും ഒരു അക്ഷരത്തിൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങളെ പുറത്തിടണം, നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്നുള്ള അത് ആദ്യമായിട്ട് പറഞ്ഞ ഞാനാ. ബിഗ് ഹൗസ് ഈ സാധനം, ഈ ടാസ്കിൽ സഹായിക്കാന്നുള്ളൊരു സാധനം ക്ലോസ് ഉണ്ട്. ഞാൻ അതാ എടുക്കുന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞ. ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഞാൻ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അറ്റാക്ക് ചെയ്തിരിക്കും. ബിക്കോസ് എല്ലാവരും ഇവിടെ ഒരു വെരി ഫിറോഷ്യസ് ഗെയിം കളിക്കാൻ വന്നതാണ്. ഇനി ഇങ്ങനെ പറയുമ്പോ എനിക്ക് സങ്കടമാവും. അടിക്കാനായിട്ട് രാവിലെ അടുത്തുനിന്ന് പാവം എഴുതിട്ട് അവിടെ പറയുക. ഞാൻ ബാത്റൂമിൽ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ശരത്ത് വ്യക്തമാവില്ല. ഞാൻ ബാത്റൂമിൽ ഇരിക്കുക. അപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നു, ശരത്തിട്ട് കഴിയുമ്പോൾ ശരത്തിൻ്റെ കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. രഞ്ജിത്തേട്ടൻ അവിടെ കാണാം. എടുക്കുമ്പോഴേ എന്നെ കണ്ടി ഇതിലാകെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൊല്ലൂല. കൊല്ലത്തുമില്ല, തൊടത്തില്ല. എല്ലാരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഗതികേട് അല്ലാതെ ഞാൻ അറിയിച്ചല്ല. എനിക്കത് അറിയിക്കണം. എനിക്ക് എന്റെ ലൈഫിൽ എന്നെ അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായി? ഒരു രോഗിയായിട്ട് എന്നെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, അതുകൊണ്ട് ഞാൻ മരുന്ന് വലിച്ചെറിഞ്ഞതാണ്. ഈ ചത്താൽ ഈ കട്ടിലേക്കണം. അങ്ങനെയൊക്കെ പറയാതെ 4 പേര് കാത്തു നിൽക്കുക വഴിയിൽ. ഇതൊന്നുമല്ല ലോകം. എനിക്ക് പുറത്തു പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാനൊരു ആഗ്രഹം വെച്ച് വന്നതാണ്. എന്റെ എന്തെല്ലാം കാര്യങ്ങൾ, എനിക്ക് ഇതിലേറെ നഷ്ടങ്ങളാണ് പുറത്ത് നടക്കുന്നത്. എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം, ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്നുള്ള ഇതിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഫെയിം അതെല്ലാവരും പറഞ്ഞാണ്. പക്ഷെ എനിക്ക് നമ്മൾ ലാഭനഷ്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളാണോ കാര്യലാഭങ്ങളാണോ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നത്. നമുക്കിതുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു നിസ്സഹാവസ്ഥ ഉണ്ടല്ലോ ചില സമയത്ത്. ഒരു എന്താ പറയാ, ഹെൽപ്ലെസ് സിറ്റുവേഷൻ.
ആ സമയം അതിലൂടെ ഇപ്പൊ ഞാൻ കടന്നു പോകണം. നീ ഇത് കഴിഞ്ഞിട്ട് വേണം ചേർത്തലേ പോയി കരിമീൻ കഴിക്കും. ഫസ്റ്റ് ഡേ ശരിയുടെ ശരിയും ചേർത്തലാണല്ലോ. എല്ലാരും അടുത്തടുത്ത്. ഞാൻ പ്രൊട്ടക്ട് നിങ്ങളെന്താ അല്ല എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ല എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ അറിയത്തില്ല. സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉറങ്ങുമായിരുന്നോ? ഇല്ലല്ലോ. എനിക്ക് നമ്മൾ സഹായിക്കാന്നുള്ളത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഓക്കെ, അത് നമ്മളൊരു പ്ലാനിന്റെ ഭാഗമായിട്ട് പേടി വന്നില്ല. കുറച്ച്